ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അങ്ങനെ 2 കുട്ടികളുടെ ആയില്ലേ. ആദ്യത്തെ ആള് 92-ലുണ്ടായ ഒരാളാണ്. അവളാണ് ശ്രുതി. മധുരയിൽ താമസിക്കുമ്പോൾ തന്നെ പേരമ്മ മധുരയും രാമേശ്വരവും ഒക്കെ തൊഴാനായിട്ടൊക്കെ വന്നിരുന്നു. മധുരയില് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ തന്നെ എന്തോ വയ്യായികയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഏപ്രിൽ മെയ് മാസമായിട്ടുള്ള ഈ സമ്മർ വെക്കേഷനൊക്കെ ആ സമയത്ത് ഞാനും ഒക്കെ മധുരയിലുണ്ടായിരുന്നു വെക്കേഷൻസ്. ഇവര് ട്രിവാൻഡ്രത്ത് നിന്ന് അവരുടെ കാറിൽ തന്നെ വന്നു ഗുരുവായൂരൊക്കെ തൊഴുതിട്ട്, അപ്പൂപ്പന് ഞാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഗുരുവായൂരൊക്കെ തൊഴുതിട്ട് ഞങ്ങള് അപ്പൂപ്പന്റെ 60-ാം പിറന്നാളോ അങ്ങനെ എന്തോ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ഗുരുവായൂർ തൊഴാൻ കൊണ്ടുപോയി. ഗുരുവായൂർ തൊഴുതിട്ട് ഞങ്ങളുടെ വണ്ടി നേരെ വിട്ടത് മധുരയിലേക്കായിരുന്നു. 3-4 ദിവസം അവിടെ എല്ലാം കറങ്ങേണ്ടടത്തൊക്കെ കറങ്ങി അവിടെ നിന്ന് രാമേശ്വരത്ത് പോയി. തിരിച്ച് അവര് വന്നിട്ട് അവര് രണ്ടുപേരും മാത്രം കുഞ്ഞുമായിട്ടൊന്ന് പോയി. വേറെ അവിടെ കുറെ മധുര എന്നൊക്കെ പറയുന്ന എല്ലാ അമ്പലമാണല്ലോ. എന്തോ ഒരു ടെമ്പിളിന്റെ സിറ്റി എന്നാണ്, അത്രയ്ക്ക് അമ്പലങ്ങളാണ്. അവര് നേരെ തൃച്ചന്തൂര് എന്ന് പറഞ്ഞിട്ട് നാഗർകോവിലിന്റെ ആ ഭാഗത്ത് കണ്ടൊരു അമ്പലമുണ്ട്, മുരുകന്റെ അമ്പലം. അതുവഴി അവര് തിരിച്ച് തിരുവനന്തപുരത്തേക്ക്. പക്ഷെ ആ സമയത്തൊക്കെ ഇവർക്ക് വയ്യായിക ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു, ഈ പ്രഗ്നൻസി ആയിരുന്നു. അവള് നവംബറിലുണ്ട്, നവംബർ 29. ഒരാള് ഡിസംബർ 29, ഇവള് നവംബർ 29. അവള് ഇതിന്റെ ശ്രീകുട്ടിയുടെ ഡെലിവറിക്ക് ആലപ്പുഴ തന്നെ, ആലപ്പുഴയിലായിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ പോയില്ല. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർമാരെ കിട്ടണമെന്നില്ല. അന്നൊക്കെ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ പിന്നെ പ്രൈവറ്റിൽ തന്നെ പോകുന്നുണ്ട്. അവിടെ സഹൃദയ എന്ന് പറഞ്ഞൊരു ദേശം, അങ്ങോട്ടേക്ക്. നീ അവിടെ ജനിച്ച സഹൃദയല്ല, ഗവൺമെന്റ് ഇതിലെ ഹോസ്പിറ്റലിലെ ഒരു രാധമ്മ എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ടായിരുന്നു. അവരെ ഇവര് വിളിച്ചു, ഈ പ്രൈവറ്റുകാര്. അവരെ വീട്ടിൽ പോയി ഒക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ അവരെ പിന്നെ പോയി കാണുന്നത്. രാത്രിയില് വല്ലാതെ തോന്നിയിട്ട് രാത്രി തന്നെ ഞങ്ങൾ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയി. നേരം വിളിക്കുന്നതിന് മുമ്പ് പ്രസവിച്ചു. അപ്പൊ കൊണ്ടുപോയത് കാരണം പെട്ടെന്ന് അതൊക്കെ പെട്ടെന്നായിരുന്നു ഡെലിവറിയൊക്കെ, ഒരു പ്രശ്നമില്ല. 92 നവംബർ 29 വെളുപ്പിനെ 5 മണിക്കോ 4:30 മണിക്കോ ഒക്കെ പ്രസവിച്ചു. അപ്പൊ അത് പെൺകുട്ടി. ആദ്യൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ഇപ്പൊ 2ാമത് ആൺകുട്ടി ആയിരിക്കും. എന്തോ കാപ്പിയോ ഒക്കെ ഫ്ലാസ്കിൽ വാങ്ങിക്കാനായിട്ടൊക്കെ പേരപ്പം പോയിരിക്കുകയായിരുന്നു. പേരപ്പം തിരിച്ചു വന്നപ്പോഴും പ്രസവിച്ചു കഴിഞ്ഞു. അത്ര എളുപ്പമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രസവിച്ചു പെൺകുഞ്ഞാണോ എന്ന് ചോദിച്ചോടണം. ആൺകുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നല്ലേ? അങ്ങനെയൊന്നും ഇല്ല, ആണായാലും പെണ്ണായാലും നമ്മുടെ കുഞ്ഞ്. ഇപ്പൊ അവള് പറയുന്നത് പേരപ്പിന് കൂടുതൽ ഇഷ്ടം, എല്ലാം ചെയ്യാനും സാധിക്കാനും. അതുപോലൊക്കെ പറയാനും അറിയാം ആളിന്. അങ്ങനെ ശ്രീകുട്ടിയുടെ ജനനം 92-ല്. അവള് കൊഞ്ചി കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് എല്ലാരും രസിപ്പിക്കും. എല്ലാം പ്രിമച്ചറായിട്ട് ആരും വന്നിട്ടില്ല, എല്ലാരും ഇതായിട്ട് തന്നെ മെച്യൂരിറ്റി കുഴപ്പമില്ലാതെ തന്നെ പ്രസവിച്ചു. ഇതിൽ പ്രിമച്ചർ കുട്ടി എന്ന് പറയാൻ ഇപ്പം ആകെ ഉള്ളത് ഗീത പേരമ്മ. അത് വളരെ കൂടുതൽ ഇതാണ് തന്നെ. 7 മാസം കഴിഞ്ഞ ഉടനെ 8 പോലും ആയിട്ടില്ല. അത് തന്നെ. അമ്മയ്ക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. മമ്മിക്ക് മാസമൊക്കെ കഴിഞ്ഞ് തന്നെ മമ്മിയുണ്ട്. അങ്ങനെ ശ്രീകുട്ടിയുടെ ഡെലിവറിയായി. ഉത്രാടം നാളിലാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു പേര് വേണമെന്നുണ്ടാകണം. മറ്റേ ശ്രു എന്നുള്ള ഇത്ര അതിനും കൂടി ചേർത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രുതി എന്ന് പേരില്ല. അപ്പോഴത്തേക്കും അവളുടെ പേര് 5 വയസ്സിന് വ്യത്യാസമല്ലേ സ്വാതിയും ശ്രീകുട്ടിയായിട്ട്. സ്വാതി 87-ല്, ശ്രീകുട്ടി 92-ല്. 5 വയസ്സിന്റെ വ്യത്യാസം. സ്വാതിയായി പേര്. സാധാരണ ഉള്ള പേര് സ്വാതി തന്നെയായി. അപ്പൊ സ്വാതിക്ക് ചേർന്ന് ശ്രുതി എന്ന പേര്. അപ്പോഴത്തേക്ക് ഇവര്
ശ്രീകുട്ടിയുടെ ഡെലിവറി സമയമായപ്പോഴത്തേക്കും ആ കരമനയിൽ ഒരു വീട് വാങ്ങിച്ച് താമസിക്കുകയല്ലായിരുന്നു. അപ്പൊ ഇവളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 9 മാസമൊക്കെ ആയി നെയ്യാർ ഡാം തുറന്നിട്ടിട്ട് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ കരമനയാറിന്റെ തീരത്തെ ഇവര് വീട് വെച്ച് താമസിക്കുന്നു. അപ്പൊ കരമനയാറ് കവിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജ് അല്ല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മുക്കാലറ്റം വെള്ളത്തിൽ, അത്രയും വീട്ടിനകത്ത് വെള്ളം കയറി. ആ ഭാഗത്ത് എല്ലാ വീടിനും ബോട്ട് വള്ളമൊക്കെ അവിടെ കൂടി ആളുകളെ രക്ഷിക്കാനായിട്ട് വന്നു. അപ്പൊ ഈ നിറവേറുവാണ്ടിരിക്കുക പേരമ്മ ബാങ്കിൽ പോവുകയും ചെയ്തു അന്ന് രാവിലെ തന്നെ. അത് കഴിഞ്ഞിട്ട് വെള്ളം പൊങ്ങി. അപ്പൊ ഇവളെ കൊണ്ടുവന്ന് കാർമൽ സ്കൂളില് വിടണം. അതിനൊരു കാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിനകത്ത് അവിടെ കൊണ്ട് വിട്ട് അവള് പോവുകയും ചെയ്തു ബാങ്കിലേക്ക്. അപ്പൊ പേരപ്പന്റെ അച്ഛനാണ് ഇവളെ വിളിച്ചിട്ട് പറഞ്ഞ, മോളെ ഇങ്ങനെ നെയ്യാർ ഡാമിന്റെ വെള്ളപ്പൊക്കം നമ്മുടെ വീട്ടിലൊക്കെ വന്നു, നമ്മുടെ ഡോക്യുമെന്റ്സ് ഓർണമെന്റ്സ് ഒക്കെ അവിടെ ഇരിക്കുകയല്ലേ, അപ്പൊ അതൊക്കെ എടുക്കണമെങ്കിൽ എവിടെയാണെന്ന് അറിഞ്ഞു. അലമാരിയിലൊക്കെ വെച്ച് ലോക്കറിലൊക്കെ വെച്ചിരിക്കുക. പിന്നെ ഞാൻ കാറുമായിട്ട് വരാം, മോള് വേറെ ഇത് വാങ്ങിച്ചോണ്ട് പെർമിഷൻ വാങ്ങിച്ചോണ്ട് പോരെ, എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം പൊങ്ങിയെന്ന് എന്ന് പറഞ്ഞ് പേരപ്പന്റെ അച്ഛൻ വന്ന് പെരുമയും കൊണ്ടുവന്നിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ വെള്ളം നീന്തി അകത്തോട്ട് കയറാനൊക്കത്തില്ല. കഴുത്തറ്റം വെള്ളമായി കഴിഞ്ഞു, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഈ എന്താ വള്ളവും ബോട്ടും ഒക്കെ ആയി അവിടെ. അതിലേതിലൊക്കെ കയറി പിന്നെ കുറച്ച് വെള്ളം നീന്തി ഒക്കെ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും വീട്ടിനകത്ത് വെള്ളം. പിന്നെ ബാഗൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ബാഗിനകത്ത് റെക്കോർഡ്സ് ഒക്കെ എടുത്തിട്ട് എല്ലാം സഹായിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അവരെ കൊണ്ട് ഇതെടുത്ത് മുകളിലോട്ടൊക്കെ എടുത്ത് വെച്ച് ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നനഞ്ഞ് ഇതായിരിക്കും. അങ്ങനെ കുറെയൊക്കെ എടുത്ത് വെച്ച് കുറെയൊക്കെ പോകത്തുള്ളൂ. ഈ വെള്ളമല്ലേ വന്നത്. കൂട്ടിക്കിടക്കുന്ന വീട്ടിനകത്ത് വെള്ളം കിടക്കാന്ന് പറഞ്ഞാൽ എന്തോ. പിന്നെ സംരക്ഷിക്കാവുന്നൊക്കെ സംരക്ഷിച്ചൊക്കെ വെച്ചിട്ട് അവിടുന്ന് നേരെ ഇങ്ങ് കൊണ്ടുവന്നു. മറ്റേ ശാന്തിനഗറിലെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. അതിൻ്റെ ദിവസം കഴിയുന്നതിന് മുമ്പ് ആലപ്പുഴയ്ക്ക് പോന്നു. ഒരുപാട് ദിവസം വന്ന് നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും ഡെലിവറിയായി. അങ്ങനെ നവംബറിലുള്ളതാണ് ശ്രീകുട്ടി. അവളെ പ്രസവിച്ചെണീറ്റ് പോയി കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്കല്ല പോയത്. ആ വീടിനെ വാടകയ്ക്ക് കൊടുത്തു, ഇതെല്ലാം വൃത്തിയാക്കി. പിന്നെ അങ്ങോട്ട് ആരും പോയിട്ടില്ല താമസിക്കാൻ. പിന്നെ പോയിട്ടേ ഇല്ല വീട്ടിൽ താമസിക്കാൻ. വാടകയ്ക്ക് കൊടുത്ത ആളുകളിങ്ങനെ മാറുക. പിന്നെ അവിടെ പേരപ്പൻ അതിന് അപ്സ്റ്റെയർ ഉണ്ടാക്കി. ഇനി ഇത് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അപ്സ്റ്റെയറിലേക്ക് ഇതെല്ലാം എടുത്ത് വയ്ക്കാം. അതിനായിട്ട് അപ്സ്റ്റെയർ ഉണ്ടാക്കിയിട്ട് അപ്സ്റ്റെയർ വേറെ കൊടുത്തു, താഴെ വേറെ കൊടുത്തു. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇവള് ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ ബാങ്കിന്റെ അടുത്ത് തന്നെ വാടക വീട്, അധികം ദൂരെ പോകാതെ. കരമനയിൽ ഇച്ചിരി ദൂരം തന്നെ, 5 കിലോമീറ്റർ അല്ലെ 7 കിലോമീറ്റർ വരും സിറ്റിയിലേക്ക് വരാം. പിന്നെ വാടക കെട്ടിടത്തിൽ കുറച്ച് താമസം. ഈ വീടൊക്കെ 2 നിലയും വാടകയ്ക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം നമ്മളവിടെ എന്താ മരുതൻകുഴിയിൽ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചത്. അങ്ങോട്ടേക്കാ പിന്നെ വാടക വീട് അവിടെ തന്നെ സൗകര്യാർത്ഥത്തിന് 3 മാറി. അവിടുന്ന് പിന്നെ ഡൗപ്പായിട്ടല്ലേ ഇപ്പോഴും അവിടെ താമസിക്കുന്നു. അങ്ങനെ ശ്രീകുട്ടിയുടെ ജനനവും അവളെ വിദ്യാഭ്യാസം, അവളെ കൊണ്ടുവന്ന് ചേർത്തത് സെന്റ് തോമസ് സ്കൂളിൽ ICSE സിലബസിൽ കൊണ്ടുവന്നു പഠിക്കാനായിട്ട്. അവളെ കൊച്ചിലെ തൊട്ട് ആ സ്കൂളിലാണ് പഠിച്ചത്, +2 വരെ ഒറ്റ സ്കൂളിൽ. pre-KG ഒക്കെ അതിൻ്റെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ വീടിൻ്റെ അടുത്തുള്ള. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്ക് സെന്റ് തോമസ്. അവളുടെ വിദ്യാഭ്യാസം സെന്റ് തോമസിലായിരുന്നു അവിടെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത് അവിടെ പഠിച്ചു. അങ്ങനെയാണ് അവളുടെ പഠിത്തം. അങ്ങനെ 3 പേരുടെ ചൈൽഡ്ഹുഡ് അല്ലേ കുറച്ച്